പാപമോചനത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം. ആ ക്രൂശിൽ അവൻ അനുഭവിച്ച ഓരോ കഷ്ടാനുഭവങ്ങളെ പറ്റി നിങ്ങൾ ധ്യാനിക്കണം. അവൻ അടിയേറ്റ് തകർക്കപ്പെട്ടവനും മുഖത്ത് തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടവനുമായിട്ട് അവനിത് ആ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് അടിയേറ്റ് തകർക്കപ്പെടുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ട് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായിട്ടും യേശു ക്രിസ്തു ഓരോ വട്ടവും തൻ്റെ മേൽ അടിയേൽക്കുമ്പോഴും ആ റോമൻ പടയാളികളും യഹൂദ പുരുഷന്മാരും അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോഴേ അവൻ ഓർത്ത ഒരു വ്യക്തി നീയാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ ആരായിരുന്നു? സ്വർഗത്തിൽ ജീവിച്ചവന്, പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടില് അനാദികാലം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഉണ്ടായി വന്നവനല്ല, അവനും പിതാവും ഉള്ളവനായിരുന്നു. ഉണ്ടായി വന്നത് ദൈവമല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. ആരംഭവും അവസാനവുമില്ലാത്ത ഈ പിതാവും പുത്രനും ഒന്നിച്ചായിരുന്നു. ആ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകളെ എല്ലാം വിട്ടുകളഞ്ഞ് അവൻ ഈ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് ആ ക്രൂശിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം